ഹരേ കൃഷ്ണ. ഇന്ന് കുരൂരമ്മ ദിനമാണ്. ഞാൻ പറയാം. കുരൂരമ്മ എല്ലാ അഷ്ടമിരോഹിണി നാളിനും ഒരു ബാലകനെ വീട്ടിൽ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കുകയും കുളിപ്പിക്കുക, അങ്ങനെ ഭക്ഷണം കൊടുത്ത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കെയർ ചെയ്യുമായിരുന്നു. ആ കുട്ടിയുടെ ഒരു ചെറിയ കുട്ടി, ചെറിയ ആൺകുട്ടി എല്ലാ വർഷവും കുരൂരമ്മയുടെ വീട്ടിൽ വരുമായിരുന്നു. അപ്പം ഒരു പ്രാവശ്യം അഷ്ടമിരോഹിണി നാളിൽ ഒരു കൂട്ടുകാരിയെ, കുരൂരമ്മയുടെ ഒരു പരിചയമുള്ള ഒരാളിനോട് പറഞ്ഞു വെച്ചു, മകനെ വീട്ടിലേക്ക് വിടണേന്ന് പറഞ്ഞു വെച്ചു. അങ്ങനെ ഓക്കെ വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ അഷ്ടമിരോഹിണി നാളായപ്പം രാവിലെ ഒരു ബാലകൻ കുരൂരമ്മയുടെ വീട്ടിലെത്തി. കുരൂരമ്മ ആ കുട്ടിയെ ഒരു ആൺകുട്ടിയാണല്ലോ, ഭയങ്കര സദ്യ കൊടുത്തു, കുളിപ്പിച്ചു, ഒരുക്കി, കിടത്തി ഉറക്കി. അങ്ങനെ കുരൂരമ്മ ഭയങ്കര കാര്യമായിട്ട് ആ കുഞ്ഞിനെ വിചാരിച്ചു. അങ്ങനെ അന്നേരം ആ കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഭയങ്കര കുറുമ്പനായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അങ്ങോട്ടോടുക ഇങ്ങോട്ടോടുക. പക്ഷെ അതിൻ്റെ പുറകെ എല്ലാം ഓടി നടന്ന് കുരൂരമ്മ അതിനെ കളിപ്പിച്ച് ഉറക്കി. അങ്ങനെ അങ്ങനെ ആയപ്പം ആ കുട്ടി പറഞ്ഞു, അമ്മ എനിക്ക് മാങ്ങ വേണമെന്ന് പറഞ്ഞു. അപ്പം വേനൽക്കാലം അല്ലായിരുന്നു, മാങ്ങയുടെ സീസൺ അല്ലായിരുന്നു. അപ്പം കുരൂരമ്മ പറഞ്ഞു, മോനെ ഇപ്പം മാങ്ങയുടെ സീസണല്ല, അമ്മയുടെ കൈ മാങ്ങ ഇല്ല മോനെ എന്ന് പറഞ്ഞു. അമ്മ അകത്ത് പോയി നോക്ക്, മാങ്ങ എവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, കുട്ടി പറഞ്ഞല്ലേ എന്ന് പറഞ്ഞ് അകത്ത് പോയി നോക്കി. അകത്ത് സാധനങ്ങളൊക്കെ വെച്ചേക്കുന്ന ഒരു റൂമിനകത്ത് പോയി നോക്കിയപ്പോൾ കുരൂരമ്മ വെക്കാത്ത ഒരു മാങ്ങ അവിടെ ഇരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ. കുരൂരമ്മ വിചാരിക്കും, ഇത് എവിടെ നീ മാങ്ങ വന്നു? അയ്യോ, എൻ്റെ കുട്ടി ആഗ്രഹിച്ചല്ലേ മാങ്ങ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ആ കുട്ടിക്ക് കൊണ്ട് മാങ്ങ കൊടുത്തു. മാങ്ങയെല്ലാം കഴിച്ചു സന്തോഷമായി. കുട്ടി വൈകിട്ട് കുരു ഇല്ലത്തൂന്ന് എന്നാ അമ്മ ഞാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് വൈകിട്ടായപ്പോഴത്തെ കുട്ടി പോയി, കുട്ടിയുടെ വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ഇന്നലെ പറഞ്ഞു വെച്ച ആ കൂട്ടുകാരി വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, കുരൂരമ്മ ഇതുപോലെ എൻ്റെ മകന് നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പറ്റിയില്ല, അവന് ഭയങ്കര പനിയായിട്ട് കിടക്കുമായിരുന്നു, അതുകൊണ്ട് ക്ഷമിക്കണം, എനിക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് കുട്ടിയെ വിടാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. അപ്പോഴാണ് കുരൂരമ്മ വിചാരിച്ചത്, അയ്യോ, ഇവിടെ വന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ മകനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് കുരൂരമ്മയ്ക്ക് മനസ്സിലായി. അങ്ങനെ നിങ്ങൾക്ക് ഇത്രയും മനോഹരമായ ഒരു കൃഷ്ണാനുഭവം ഞാൻ ഇന്ന് കുരൂരമ്മ ദിനത്തിൽ നിങ്ങൾക്കായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.